പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള ജ്യോതിഷ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു ലൈറ്റ് കോമഡി പ്ലസ് ഡ്രാമ ജോണർ മൂവിയാണ് പൊന്മാൻ എന്ന് പറയുന്നത്. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ത്രെഡ് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്. പൊന്ന് തന്നെയാണ് ഇവിടെയും വിഷയം. പൊന്നുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിൽ തന്നെ ആ ഒരു പ്ലോട്ടിലോട്ട് അല്ലെങ്കിൽ ആ ത്രെഡിലോട്ട് ഹുക്കിപ്പിക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും അവിടോട്ട് എങ്ങനെ എത്തുന്നു എന്നുള്ളതും ആ ഒരു യാത്രയിൽ എത്രത്തോളം എൻഗേജിങ് ആൻഡ് ടെൻസിങ് ആക്കിയിട്ട് എത്രത്തോളം ത്രില്ലിംഗ് എലമെന്റ്സ് കൊണ്ടുവരാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് പറയാനായിട്ടുള്ളത്. പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ ജോസഫ്, സജിൻ ഗോപു, ലിജോമോ തുടങ്ങിയവരുടെ ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് സിനിമയിൽ കാണുവാനായിട്ട് സാധിക്കുക. ചെറിയൊരു ത്രെഡിൽ നിന്ന് സിനിമ സെറ്റപ്പ് ചെയ്തെടുക്കുന്ന പരിപാടികൾ കാര്യങ്ങൾ ഗംഭീരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന നല്ലൊരു ലൈറ്റ് കോമഡി പ്ലസ് ഡ്രാമ ജോണർ മൂവി ആയിട്ടാണ് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.